ഗുഡ് മോർണിംഗ്. ഇന്നൊരു യാത്ര പോണ വീഡിയോ ആണ് കേട്ടോ. നമ്മൾ വെക്കേഷനായിട്ട് പിള്ളേർ തലയ്ക്ക് ദൂരം തരാത്ത കാരണം കൊണ്ട് നമ്മൾ വെറുതെ ഒന്ന് പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാം എന്നുള്ള രീതിയിൽ അതിരപ്പള്ളി വഴി വാൾപ്പാറ ലക്ഷ്യമിച്ചിട്ടാണ് പോണത്. അപ്പോൾ നമ്മൾ അതേ ഇവിടെ വാഴച്ചാൽ എത്തിയിട്ടുണ്ട്. കാരണം നമ്മൾ ഒരുപാട് ദൂരത്തൊന്നും അല്ലാത്ത കാരണം കൊണ്ട് ഒരുപാട് വീഡിയോ ഒന്നും നമ്മൾ എടുത്തില്ല. വാഴച്ചാലിൽ എത്തിയപ്പോഴാണ് എടുത്തത്. വാഴച്ചാലിൽ ഇറങ്ങണില്ല, നമ്മൾ നേരെ പോവാണ്. പാസ് എടുത്തിട്ടുണ്ട്, അപ്പോൾ നേരെ പോവാണ്. ഇപ്പോൾ ചെറിയൊരു തലവേദനയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ചേട്ടൻ. അപ്പോൾ എത്രത്തോളം പോകുന്നതെന്ന് അറിയില്ല. തീരെ പറ്റാണ്ടായി നമ്മൾ തിരിക്കും. വേറെ ആരും ഇല്ലാത്ത കാരണം ഡ്രൈവ് ചെയ്യാനായിട്ട് ചേട്ടൻ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അത് കാരണം കൊണ്ട് കുറച്ച് പറ്റിയില്ലെങ്കിൽ തിരിക്കാമെന്ന് വിചാരിച്ച് തന്നെ മുന്നോട്ട് പോവാം കേട്ടോ. അപ്പോൾ അതിനിടയിൽ മലക്കപ്പാറ എത്തിയപ്പോൾ ഇവിടെ ചെറിയ രീതിയിൽ നമ്മുടെ ഡാമിൽ ചെറിയ രീതിയിലുള്ള വെള്ളം, ഒരുപാട് കാണാൻ ഭംഗി എന്ന് പറയാനില്ല. അതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞ് ചേട്ടന് ഛർദി തുടങ്ങിയപ്പോൾ നമ്മളിത് യാത്ര വീണ്ടും ഇങ്ങോട്ട് വീട്ടിലേക്ക് തിരിക്കുകയാണ്. ആ സമയത്ത് നമ്മളിത് വണ്ടി നിർത്തി, ഓരോ സ്ഥലത്ത് വണ്ടി നിർത്തി ഛർദിക്കൽ കഴിഞ്ഞ് റെസ്റ്റ് എടുത്തിട്ടാണ് പോണത്. അപ്പോൾ നമ്മൾ റെസ്റ്റ് എടുത്ത് വണ്ടിയിൽ കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്ത സമയത്താട്ടത് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ കൂടെ ഒരു മയിൽ ക്രോസ് ചെയ്യാതാണ്. ഇതിനു മുമ്പ് നമ്മളൊരു കാട്ടുപോത്തിനെ കണ്ടുട്ടോ. പക്ഷെ നമുക്കപ്പോൾ വീഡിയോ എടുക്കാനുള്ളൊരു ഇത് ഉണ്ടായിരുന്നില്ല. ചേട്ടൻ്റെ ഛർദിക്കായപ്പോൾ എനിക്ക് ടെൻഷനായി തുടങ്ങി. കാടേരിയാണല്ലോ, വേറെ ആരും ഇല്ലല്ലോ എന്നുള്ളൊരു ടെൻഷനായ കാരണത്തിൽ നമുക്കതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ പല സ്ഥലത്തും നമ്മൾ ഇതുപോലെ ഛർദിക്കാൻ ഇവിടെ നിർത്തി ഇറങ്ങി അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിനിടയിൽ നമുക്കിത് വീണ്ടും നമ്മുടെ വണ്ടീനെ വട്ടം വെച്ചുകൊണ്ടെന്ന് പറഞ്ഞ പോലെ നടുറോട്ടിലിരിക്കുകയാണ് ഇവർ. കുറച്ച് നമ്മൾ വെയിറ്റ് ചെയ്തവർ നീങ്ങിയപ്പോഴായിട്ട് നമ്മൾ മുന്നോട്ടെടുത്തത്. അവിടെ നമ്മൾ പോന്നു. ഇപ്പോൾ അതിരപ്പള്ളി കഴിഞ്ഞ് നമ്മൾ കടന്നപ്പോൾ വീണ്ടും ഛർദ്ദിക്കാൻ വണ്ടി നിർത്തിയപ്പോൾ നമുക്ക് പുഴയിലേക്ക് ഇറങ്ങാനുള്ള വഴി കാണുന്നുണ്ട്. അവിടെ കുട്ടികളൊക്കെ കളിക്കുകയും വെള്ളത്തിൽ കളിക്കലൊക്കെ കണ്ടപ്പോൾ നമ്മളവിടേക്ക് ഇറങ്ങി. പിള്ളേർക്ക് അവിടെ കളിക്കലായി ചെയ്യണം, ഛർദ്ദിയും കഴിഞ്ഞൊന്ന് വിശ്രമിക്കാമല്ലോ എന്നോർത്ത്. അപ്പോൾ താഴെയുള്ള ആൾ വെള്ളത്തിലേക്ക് ചാടി ഇറങ്ങാനായിട്ട് ഓടി ചെന്നപ്പോഴാണ് നമ്മുടെ ആ തുരുത്തിൽ പാറയമ ഒരു ചീങ്കണ്ണി ഇരിപ്പുണ്ട്. അപ്പോൾ അതിൽ പേടിച്ചിട്ട് പിന്നെ ഇറങ്ങിയില്ല. അതിൻ്റെ അപ്പുറത്ത് ആ കാട്ടിൽ 2-3 ആനയുണ്ട്. അതിന് നമുക്ക് കാണാൻ പറ്റില്ല കേട്ടോ, വീഡിയോയിൽ കിട്ടിയില്ല, നമുക്ക് നേരിട്ട് കാണാൻ പറ്റി. അപ്പോൾ അത് കുറച്ച് നേരം നമ്മളവിടെ ഇരുന്നു. പെരിട്ടായി തുടങ്ങിയിട്ടുണ്ട്. നമ്മളിനി അധികം നേരം ഇവിടെ നിൽക്കണില്ല, പോവാണ്. ഇനി ഹോസ്പിറ്റലിൽ കയറിയിട്ട് വേണം നമുക്ക് വീട്ടിലേക്ക് പോകാനായിട്ട്. അത്രയും വശക്കേടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.